ഇതാക്കി തെളിവില്ല, മോള് മരിച്ചതുകൊണ്ട് കേസ് നേരെ നടക്കാൻ കഴിയില്ല. പ്രതികളും പോലീസും കൂടി ഒത്തുങ്ങാണ്ട് 6 ആള്. നിങ്ങൾക്ക് അറിയുന്ന ആളുകളായിരുന്നു കുടുംബക്കാരൻ ആങ്ങളുടെ മക്കളെ അവര് പോലീസിനെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പോലീസുകാരും രാഷ്ട്രീയക്കാരൊക്കെ പോലെ കൂടെ മനുഷ്യാവകാശ പ്രവർത്തകരടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് ഒരു രാത്രി അവർക്ക് അന്തി ഉറങ്ങാനുള്ള ഒരു സൗകര്യം ഒരുക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഇവരെ ആശുപത്രിയിൽ കാണിക്കാനുള്ള ഒരു നീക്കമാണ്. കാരണം ചില ശാരീരിക അസ്വസ്ഥതകൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. നേരത്തെ തന്നെ പല രോഗങ്ങളുമുള്ള ഒരു സ്ത്രീ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ കാണിച്ചതിന് ശേഷം മറ്റൊരു വീട്ടിലേക്ക്, അതായത് ഇവരുമായി ബന്ധപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് മാറ്റാനുള്ള തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് മുഹസിനാണ്. മുഹസിനും അതോടൊപ്പം തന്നെ അവരെ ഭാര്യയുമാണുള്ളത്. പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു രാത്രി പുലരുന്നത് വരെ മെഡിക്കൽ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം ഈ കേസ് നമുക്ക് നേരത്തെ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ഇവർ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മനാഫ് ഇപ്പോൾ ഉള്ളത് നമ്മളെ പിറകിൽ കാണുന്നത്, നമ്മൾ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരമ്മ അവർക്ക് മകളെ നഷ്ടപ്പെട്ടു, ഭർത്താവിനെ നഷ്ടപ്പെട്ടു, മകളെ പീഡിപ്പിച്ച് അതിനൊരു ഉത്തരം കിട്ടാതെ ആ മകൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അങ്ങനത്തെ ഒരു ദുരനുഭവമുള്ള ഒരു സ്ത്രീയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇവരുടെ വാടകയ്ക്ക് നിന്ന വീടും നഷ്ടപ്പെട്ട്, വാടക കൊടുക്കാനില്ല, സാമ്പത്തികമായി ഒരു ഇതുമില്ല. ഒരു മകന് ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ള മകനാണ്. ആ മകനും കൊണ്ടിട്ട് ഇപ്പം നടു റോട്ടിലാണ്. ഇവർക്ക് കയറി കിടക്കാൻ ഒരു ഇടം പോലും ഇല്ല. ഇവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഈ പ്രയാസങ്ങളൊക്കെ ഇനി ദിവസങ്ങളിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് ശ്രമിക്കാം. അപ്പോൾ അവരോട് തന്നെ സംസാരിക്കുക, ഓരോ എന്തൊക്കെയാണ് പ്രയാസങ്ങൾ എന്നുള്ളത്. മനാഫാണ്. നിങ്ങൾ നമ്മളെ ചാനലിൽ ഒന്ന് പറയും, എന്തൊക്കെയാണ് സംഭവിച്ചത് നിങ്ങൾക്ക്?